നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ഉത്രാട ദിന ആശംസകൾ. ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തിരുവോണം പടിവാതിലിൽ, ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. രാജഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കി ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജ്ഭവൻ കോവിലത്തെ സൗമ്യവതി തമ്പുരാട്ടിക്ക് കിഴിപ്പണമായി നൽകിയത് 1001 രൂപ. കോട്ടയം ജനറൽ ആശുപത്രിയിലെ ചാരുകസേര ഒടിഞ്ഞു. വീട്ടമ്മ നിലത്ത് വീണു. കാലൊടിഞ്ഞ കസേരയിട്ടിരുന്നത് സർജറി OP വരാന്തയിൽ. വാർത്തകൾ വിശദമായി. പൊന്നിൻ തിരുവോണ ദിനം എത്താൻ മണിക്കൂറുകൾ മാത്രം. വർഷത്തിൽ ഒരിക്കലെത്തുന്ന പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണ ദിനം പടിവാതിലിൽ. തന്റെ പ്രജകളെ കാണാൻ മഹാബലി തമ്പുരാൻ എത്തുന്ന ദിനം. അത്തം മുതൽ തുടങ്ങിയ ഓണാഘോഷത്തിന്റെ 9ാം നാളാണിന്ന്. ഒരു രാവിന് അപ്പുറം തിരുവോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങി. ഉത്രാട ദിനം ഇരുട്ടി വെളുക്കുന്നത് പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണ നാളിലേക്കാണ്. 1ാം ഓണമാണ് ഉത്രാടം. 2ാം ഓണമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത്. മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് എത്തുന്ന സുദിനത്തിൽ പുലർച്ചെ കുളി കഴിഞ്ഞ് പുത്തൻ കോടിയുടുത്താണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ഓണാഘോഷമെന്നാൽ മലയാളിക്ക് എപ്പോഴും ഗൃഹാതുരത്വം നിറഞ്ഞതാണ്. ഓർമ്മകളുടെ കൂമ്പാരമാണ് ഓണദിനങ്ങൾ. പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനമാണ് തിരുവോണ ദിനത്തിലെ പ്രധാന പതിവ്. തുടർന്ന് വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കും. പിന്നാലെ ഓണസദ്യ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾ എല്ലാം ചേർന്നുള്ള ഓണസദ്യ. ഉച്ചയ്ക്ക് ശേഷം ഓണക്കളികളും ബന്ധുവീടുകളിലെ സന്ദർശനവും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ തിരുവോണാശംസകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള നെട്ടോട്ടത്തിലായിരുന്നു വീട്ടമ്മമാർ. എല്ലാ കടകളിലും രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്നത്തെ ദിവസം ഉത്രാടപ്പാച്ചിലായിരുന്നു എല്ലാവരും. മനസ്സറിഞ്ഞ് തിരുവോണം ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മലയാളക്കര. ഓണപ്പൂക്കളം ഒരുക്കാനും തിരുവോണ സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങാനും തുണിത്തരങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനുമുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു എല്ലാവരും. രാവിലെ മുതൽ കടകളിലെല്ലാം വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ഇരുകൈകൾ നിറയെ സാധനങ്ങൾ വാങ്ങിയായിരുന്നു മടക്കം. കുടുംബസമേതമാണ് പലരും സാധനങ്ങളെല്ലാം വാങ്ങാനെത്തിയത്. ഇത്തവണ പച്ചക്കറികൾക്കൊന്നും അമിതമായ വിലക്കയറ്റം ഉണ്ടായില്ല എന്നതും ആശ്വാസമായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു 10 വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓണത്തിന് ഏറ്റവും താഴ്ന്ന വിലയാണ്. തമിഴ്നാട്ടിലൊക്കെ നല്ല വിളവായിരുന്നു എൻ്റെ കാര്യം. അല്ലെങ്കിൽ സാധാരണ പയറൊക്കെ 100-120 രൂപ വില വരുന്നു. പക്ഷേ അതിന് പകുതി വിലയുണ്ട്. പയറ്, വെണ്ടയ്ക്ക, അതുപോലുള്ള പടവലങ്ങയാണ് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം. അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം പകുതി വിലയുണ്ട്. വിവിധ വിപണന മേളകളും സജീവമാണ്. കുടുംബസമേതം വാഹനങ്ങളിൽ നിരത്തിലിറങ്ങിയവരുടെ തിരക്കുകൊണ്ട് ടൗണുകളെല്ലാം വീർപ്പുമുട്ടിയ അവസ്ഥയിലായിരുന്നു. പൂക്കളമിടാൻ പൂക്കൾ വാങ്ങുന്നതിനും തിരക്ക് അനുഭവപ്പെട്ടു. ബന്ദിപ്പൂവ്, വാടാമല്ലി, അരളി പൂവുകൾക്കായിരുന്നു ആവശ്യക്കാർ ഏറെയും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷം എല്ലായിടത്തും ലളിതമാക്കിയെങ്കിലും മാറ്റൊട്ടും കുറഞ്ഞില്ല. ഓണാഘോഷത്തിന് നേരത്തെ ഒരുങ്ങിയവർ പോലും അവസാനവട്ട വിഭവങ്ങൾ വാങ്ങാൻ പായുന്ന ദിവസമാണിന്ന്. ഓണത്തോടനുബന്ധിച്ചുള്ള വിപണിയുടെ തിരക്ക് പൂർണ്ണതയിലെത്തുന്ന ദിവസം കൂടിയാണ് ഉത്രാടം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ ഉത്രം നിറ ചടങ്ങുകൾ നടന്നു. ഉത്രാട ദിനത്തിലെ പ്രധാന ചടങ്ങാണിത്. കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിനും ദേശവഴികൾക്കും ഐശ്വര്യം പകർന്ന് ഉത്രാടം നിറ ചടങ്ങുകൾ നടന്നു. ആചാരപ്പെരുമയോടെ 1ാം ഓണമായ ഉത്രാട ദിനത്തിൽ പ്രഭാത പൂജയ്ക്ക് ശേഷമായിരുന്നു ചടങ്ങുകൾ. ദേവിയുടെ ദേശവഴിയായ മാഞ്ഞൂരിൽ നിന്ന് കൊണ്ടുവന്ന പുന്നെല്ലിൻ കതിരുകൾ അടുക്കി കറ്റയാക്കി കാരാഴ്മക്കാരായ പുളിയായിൽ മാരാർ കുടുംബക്കാരാണ് ഉത്രാടം നാളിൽ രാവിലെ തലയിലേറ്റി വാദ്യമേളങ്ങളോടെ ക്ഷേത്ര കിഴക്കേ ഗോപുരനടയിൽ എത്തിച്ചത്. തുടർന്ന് മധുര ഇല്ലത്തെ പൂജാസ്ഥാനി ഏറ്റുവാങ്ങി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ദേവിയുടെ മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ പൂജ നടത്തി. പൂജിച്ച കതിർ ആദ്യം ദേവിക്കും പിന്നീട് ഉപദേവ ക്ഷേത്രങ്ങളിലും സമർപ്പിച്ച ശേഷം ഐശ്വര്യത്തിന്റെ പ്രതീകമായി ഭവനങ്ങളിൽ കൊണ്ടുപോകാൻ ഭക്തർക്ക് നൽകുന്നതാണ് ചടങ്ങ്. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കോട്ടയം വയസ്കര രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി കൈമാറിയത്. വയസ്കര രാജ്ഭവനിൽ എത്തി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്രാടക്കിഴി തമ്പുരാട്ടിക്ക് കൈമാറി. ഉത്രാട ദിനത്തിൽ കോട്ടയം വയസ്കര രാജ്ഭവൻ കോവിലകത്തെത്തി കളക്ടർ ജോൺ വി സാമുവൽ ഉത്രാടക്കിഴി കൈമാറി. വയസ്കര കോവിലകത്തെ NK സൗമ്യവതി തമ്പുരാട്ടിക്കാണ് 1001 രൂപ അടങ്ങിയ ഉത്രാടക്കിഴി സർക്കാർ പ്രതിനിധിയായ കോട്ടയം ജില്ലാ കളക്ടർ കൈമാറിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സന്നിഹിതനായിരുന്നു. കോട്ടയം തഹസിൽദാർ SN അനിൽകുമാർ,
കോട്ടയം വില്ലേജ് ഓഫീസർ എം നിയാസ് എന്നിവർ പങ്കെടുത്തു. കൊച്ചി രാജാവ് രാജകുടുംബാംഗങ്ങളായ സ്ത്രീകൾക്ക് ഓണത്തോടനുബന്ധിച്ച് നൽകിയിരുന്ന സമ്മാനമായിരുന്നു ഉത്രാടക്കിഴി. കൊച്ചി രാജവംശത്തിന്റെ പിന്മുറക്കാരി എന്ന നിലയിലാണ് വയസ്കര കോവിലകത്തെ രാജരാജവർമ്മയുടെ ഭാര്യ സൗമ്യവതിക്ക് കിഴി കൈമാറിയത്. തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് അനുവദിക്കുന്ന തുക ബന്ധപ്പെട്ട തഹസിൽദാർമാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. മുമ്പ് 14 രൂപയായിരുന്ന തുകയാണ് പിന്നീട് 1001 രൂപയായി വർദ്ധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉപ്പേരി വിപണിയിൽ ഇത്തവണ വിൽപ്പന പൊടിപൊടിച്ചു. ഒപ്പം ശർക്കര വരട്ടിയുമുണ്ട്. മസാല ഉപ്പേരിയാണ് വിപണിയിലെ പുതുമ. തിരുവോണം പടിവാതിക്കൽ എത്തി നിൽക്കെ ഉപ്പേരി വിപണിയിലും വൻ വിൽപ്പന. ഉപ്പേരിക്കടകളിൽ ഉപഭോക്താക്കളുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരിക്കാണ് ആവശ്യക്കാർ കൂടുതൽ. ഒപ്പം ശർക്കര വരട്ടിയും കളിയടയ്ക്കും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട്. മുൻ വർഷത്തേക്കാൾ ഉപ്പേരിക്ക് വിലവർധന ഉണ്ടായിട്ടുണ്ട്. 400 രൂപയാണ് കിലോയ്ക്ക്. എങ്കിലും വിലവർധന കണക്കിലെടുക്കാതെ ഉപഭോക്താക്കൾ വാങ്ങുന്നുമുണ്ട്. ഓണായതല്ലേ ഉള്ളൂ, ഇപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്, കുഴപ്പമില്ല. വില അത്ര കാര്യമായിട്ടൊന്നുമില്ല. 1 കിലോയ്ക്ക് 400 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മൾ സാധാരണക്കാരെ കൊണ്ട് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇല്ലില്ല, കഴിഞ്ഞ കൂടുതൽ വിലയില്ല. ഉപ്പേരി, ശർക്കര വരട്ടി, കളിയടക്ക എന്നിവ വെളിച്ചെണ്ണയിലാണ് തയ്യാർ ചെയ്തതെന്നും നല്ല കച്ചവടം ലഭിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ഈ സീസണിൽ കച്ചവടമായി വരുന്നതുള്ളൂ. ഓണടുപ്പിച്ചിട്ട് ഇപ്പോൾ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ചിപ്സ് നമുക്ക് 400 രൂപയാണ്. വെളിച്ചെണ്ണയിൽ വറുത്ത ചിപ്സാണ്. പിന്നെ ശർക്കര വരട്ടി അതേ വിലയാണ്. കളിയടക്ക വരുന്നത് 250 രൂപ കിലോ. മസാല ഉപ്പേരിയുണ്ട്, പഴം വറുത്തുണ്ട്, ഏത്തപ്പഴം വറുത്തതുണ്ട്. ഡിമാൻഡ് നമ്മൾ ഇപ്പോൾ ഓണത്തിന് മെയിനായിട്ട് സാധാരണ ചിപ്സ് തന്നെയാണ്. ചിപ്സും ശർക്കര വരട്ടിക്കാണ് ഉപ്പേരി. ഏത്തക്കായുടെയും വെളിച്ചെണ്ണയുടെയും വില വർദ്ധിച്ചത് ഉപ്പേരിയുടെ വില കൂടാൻ കാരണമായിട്ടുണ്ട്. മസാല ഉപ്പേരിയും പഴം വറുത്തതും വിപണിയിലുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇത്തവണ അത്തപ്പൂക്കളം ഒരുക്കാൻ നമ്മുടെ നാട്ടിലെ പൂക്കളും. കോട്ടയം ജില്ലയിലെ വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് ബന്ദി, ജമന്തി എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇത്തവണത്തെ ഓണാഘോഷങ്ങളിലെ അത്തപ്പൂക്കളങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത പൂക്കളും ഉപയോഗിച്ചായിരുന്നു മിക്ക സ്ഥലങ്ങളിലെയും പൂക്കളം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ 105 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷി നടത്തിയിരുന്നു. കൂടാതെ സ്വകാര്യ വ്യക്തികളും സ്കൂളുകളും ബന്ദി, ജമന്തി പൂക്കളാണ് കൂടുതൽ വിപണിയിൽ എത്തിച്ചത്. കുടുംബശ്രീ CDSകളുടെ മേൽനോട്ടത്തിൽ നടത്തിയ പൂക്കൃഷിക്ക് കൃഷിവകുപ്പ്, VFPCK എന്നിവയുടെ സാങ്കേതിക സഹായവും കുടുംബശ്രീ മിഷന്റെ സാമ്പത്തിക സഹായവും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ലീഡർ K കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി ഓണസദ്യ നൽകി. കഴിഞ്ഞ 14 വർഷമായി ഇത് തുടരുന്നു. കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണസദ്യ നൽകി ലീഡർ K കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി. 14 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൽ കൂട്ടിരിപ്പുകാർക്ക് ആഹാരം നൽകുന്നു. കോൺഗ്രസ് പ്രവർത്തകനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സാബു പുതുപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം. HMC അംഗം PK ആനന്ദക്കുട്ടൻ ഓണാശംസകൾ നൽകി. തുടർന്ന് 14 വർഷത്തെ സൊസൈറ്റിയുടെ സേവനത്തെ മാനിച്ചുകൊണ്ട് സാബു പുതുപ്പറമ്പിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കോട്ടയം രാജൻ സൊസൈറ്റി അംഗങ്ങൾ ഓണസദ്യയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഓണാഘോഷം നടന്നു. ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ PP യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. HMC മെമ്പർ PK ആനന്ദക്കുട്ടൻ, ഡോക്ടർ VS ശശിലേഖ, LHI ബബിത, JHI സുരേഷ് ആൽഫ്രഡ്, ആശുപത്രി PP യൂണിറ്റിന്റെ ജീവനക്കാരും ആശാവർക്കർമാരും ചേർന്ന് പൂക്കളം ഒരുക്കി. ഡോക്ടർ VS ശശിലേഖ, LHI ബബിത, സുരേഷ് ആൽഫ്രഡ്, PK ആനന്ദക്കുട്ടൻ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിച്ച് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതോടൊപ്പം ജീവനക്കാരുടെ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജനറൽ ആശുപത്രിയിലെ സർജറി OP വിഭാഗത്തിൽ കാലൊടിഞ്ഞ ചാരുകസേര. ഇതിൽ നിന്നും മറിയപ്പിൽ സ്വദേശിയായ വീട്ടമ്മ നിലത്ത് വീണു. കാലിലുണ്ടായ മുറിവ് ഡ്രസ് ചെയ്യാൻ എത്തിയതായിരുന്നു ഇവർ. വീഴ്ചയിൽ ഇവർക്ക് പരിക്കൊന്നും ഉണ്ടായില്ല. TTEയുടെ യൂണിഫോം ധരിച്ച് ട്രെയിനിനുള്ളിൽ ടിക്കറ്റ് പരിശോധന നടത്തിയ യുവതിയെ റെയിൽവേ പോലീസ് പിടികൂടി. കൊല്ലം കാഞ്ഞവേലി മുതുകാട്ടിൽ വീട്ടിൽ റംലത്തിനെയാണ് കോട്ടയം റെയിൽവേ SHO റെജി P ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രാജ്യറാണി എക്സ്പ്രസ് ട്രെയിനിനുള്ളിൽ സദേൺ റെയിൽവേയുടെ ID കാർഡ് ധരിച്ച ശേഷം ഇവർ ട്രെയിനിൽ പരിശോധന നടത്തുകയായിരുന്നു. സംശയം തോന്നിയ TTE അജയ്കുമാർ ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ പിടിയിലായത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം പാലാ മരിയ സദനിൽ.
ഇവിടുത്തെ അന്തേവാസികൾക്ക് ഓണക്കോടി നൽകുകയും ചെയ്തു. പാലാ മരിയ സദനത്തിലെ സഹോദരങ്ങൾക്ക് ഓണസദ്യ നൽകി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഓണാഘോഷം. ഇതോടൊപ്പം ബെഡ്ഷീറ്റ് ഉൾപ്പെടെ വസ്ത്രങ്ങൾ, എണ്ണ, സോപ്പ്, ടൂത്ത് ബ്രഷ്, പേസ്റ്റ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളും നൽകി. ജില്ലാ പ്രസിഡന്റ് ജോബി തോമസ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരത്തൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല ജിമ്മി, ബൈജു കൊല്ലംപറമ്പിൽ, സുമേഷ് KS, VA മോഹൻദാസ്, കണ്ണൻ മറ്റത്തിൽ, സാബു K കുര്യൻ, ജമീറ T ജോയ്, ജേക്കബ് സേവിയർ കയ്യാലക്കകം, സന്തോഷ് മരിയ സദനം തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ കൊല്ലപ്പള്ളി പുളിച്ചമാക്കൽ പാലം ജലക്ഷയത്തിൽ. പാലത്തിന്റെ ഇരുവശങ്ങളിലും ഇന്നലെ വലിയ കുഴികൾ രൂപപ്പെട്ടു. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കടന്നുപോകുന്ന കൊല്ലപ്പള്ളി കവലവഴിമുക്ക് മങ്കര പ്രവിധാനം PWD റോഡിലെ പുളിച്ചുമാക്കൽ പാലം ശോച്യാവസ്ഥയിൽ. 3 മീറ്റർ മാത്രം വീതിയുള്ള പാലത്തിന്റെ ഇരുഭാഗത്തും ഇന്നലെ വലിയ കുഴി രൂപപ്പെട്ടതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്നില്ല. സ്കൂൾ ബസ്സുകളും മറ്റു വാഹനങ്ങളും കടന്നുപോകാൻ പറ്റാതായതോടെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും നടന്നു പോകേണ്ട ഗതികേടിലാണ്. കടനാട്, കരൂർ, ഭരണങ്ങാനം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് റോഡ് കടന്നുപോകുന്നത്. കടനാട് പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന പാലത്തിന്റെ മറുകരയിൽ 50 മീറ്റർ മാത്രമാണ് കരൂർ പഞ്ചായത്തിന്റെ ഭാഗം ഉൾപ്പെടുന്നത്. പിന്നെ ഭരണങ്ങാനം പഞ്ചായത്തിന്റെ പരിധിയിലാണ് റോഡ്. 60 വർഷത്തിലേറെ പഴക്കം ഈ പാലത്തിനുണ്ട്. 7 മീറ്ററാണ് നീളം. അപ്രോച്ച് റോഡിൽ മുൻപ് മണലാണ് നിറച്ചിരുന്നത്. ഇത് മഴക്കാലത്ത് ഒഴുകിപ്പോകുന്നതോടെ വലിയ കുഴികൾ ഉണ്ടാകുന്നത് പതിവാണ്. കൊല്ലപ്പള്ളിയിൽ നിന്നും കവലവഴിമുക്ക് മങ്കര വഴി പ്രവിധാനത്തിനുള്ള റോഡിലെ പുളിച്ചമാക്കൽ പാലം തകർന്നു കിടക്കുകയാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും കൂത്താട്ടുകുളത്തിനും എറണാകുളത്തിനുമൊക്കെ പോകാനുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു റോഡാണിത്. എല്ലാ വർഷവും ഈ പാലത്തിൽ അഗാധമായ കുഴികൾ, ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്നും കൂത്താട്ടുകുളം, എറണാകുളം ഭാഗത്തേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ റോഡാണിത്. മുൻപും പാലത്തിൽ പലതവണ കുഴികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നില്ല. പാലം അടിയന്തിരമായി പുനർനിർമ്മിച്ച് അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: തിരുവോണം പടിവാതിലിൽ. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. രാജഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കി ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജ്ഭവൻ കോവിലത്തെ സൗമ്യവതി തമ്പുരാട്ടിക്ക് കിഴിപ്പണമായി നൽകിയത് 1001 രൂപ. കോട്ടയം ജനറൽ ആശുപത്രിയിലെ ചാരുകസേര ഒടിഞ്ഞു. വീട്ടമ്മ നിലത്ത് വീണു. കാലൊടിഞ്ഞ കസേരയിട്ടിരുന്നത് സർജറി OP വരാന്തയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ഫിഷറി സി ഗ്രാന്റിനുള്ള അപേക്ഷകൾ ഈ സാമ്പത്തിക വർഷം പുതിയ ഇ-ഗ്രാന്റ് സോഫ്റ്റ്വെയറിലൂടെ നൽകണം. സ്ഥാപന മേധാവികൾ 2023-24 സാമ്പത്തിക വർഷം വരെയുള്ള എല്ലാ ക്ലെയിമും 2024 ഒക്ടോബർ 15 മുമ്പ് പൂർത്തിയാക്കണം. അപേക്ഷയ്ക്കൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി പാസ്ബുക്കിന്റെ കോപ്പി, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ഓഫീസറുടെ സാക്ഷ്യപത്രം, ഫാറൻ നമ്പർ 4-ലെ പേജ് മുന്നിലുള്ള സാക്ഷ്യപത്രം, ആധാറിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, SSLC ബുക്കിന്റെ പകർപ്പ്, അലോട്ട്മെന്റ് മെമ്മോ. സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ് പഠിക്കുന്നതെങ്കിൽ അതാത് സ്ഥാപനങ്ങൾക്കുള്ള ട്യൂഷൻ ഫീസ്, എക്സാം ഫീസ്, സ്പെഷ്യൽ ഫീസ് എന്നിവ നിശ്ചയിച്ചുകൊണ്ടുള്ള ബന്ധപ്പെട്ട ഫീ റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഉത്തരവ് എന്നിവ ഹാജരാക്കണം. കോട്ടയം ജില്ലയിൽ ആരോഗ്യവകുപ്പിന്റെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ 3ാം ഘട്ടത്തിനുള്ള 36 പേർക്കുള്ള അഭിമുഖം PSC കോട്ടയം ജില്ലാ ഓഫീസിൽ സെപ്റ്റംബർ 25 നടക്കും. ഉദ്യോഗാർത്ഥികൾക്ക് OTR വഴിയും SMS മുഖേനയും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്റർവ്യൂവിനും വെരിഫിക്കേഷനുമായി ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ, യോഗ്യത സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അന്നേ ദിവസം രാവിലെ 7:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോട്ടയം ജില്ലാ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാടപ്പള്ളി ICDS പ്രോജക്റ്റിലെ 102 അംഗനവാടികളിലേക്ക് കണ്ടിജൻസി സാധനങ്ങൾ വാങ്ങുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. ദർഗാസുകൾ സെപ്റ്റംബർ 26 ഉച്ചകഴിഞ്ഞ് 2 മണിവരെ മാടപ്പള്ളി ICDS പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും. അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 3 തുറക്കും. ഫോൺ 8281 999155. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.